ഗുഡ് മോർണിംഗ്. നമ്മളുടെ ഇന്നത്തെ വിഷയം ബ്ലഡ് സ്മിയർ സ്റ്റെയിൻ ചെയ്യണം. ഇതുണ്ട്, നിങ്ങൾ കണ്ടോ? അപ്പം നമ്മൾ സ്റ്റെയിൻ ചെയ്തതാണ്. ഇപ്പോൾ ഓയിൽ മെഷീൻ കൂടെ കാണുന്നതാണ് ഈ കാണുന്നത്. ആദ്യം നമ്മൾ ഒരു ഡ്രോപ്പ് ബ്ലഡ് ഒരു സൈഡിലേക്ക് വെച്ചിട്ട് അത് വേറെ ഒരു സൈഡിലൂടെ സ്പ്രെഡർ കൊണ്ട് അത് വരയ്ക്കുക. വരച്ചതിന് ശേഷം അത് ഡ്രൈ ആയതിനു ശേഷം അത് ആൽക്കഹോൾ മുക്കിയതിന് ശേഷം അത് ഡ്രൈ ആകാൻ വയ്ക്കുക. അത് ഡ്രൈ ആയതിനു ശേഷം സ്റ്റെയിൻ എന്ന് പറയുന്ന പിങ്ക് കളറുള്ളത് അതിൽ മുക്കുക. അത് 5 to 6 സെക്കൻഡ് മുക്കിയതിന് ശേഷം അത് ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്ത് ചെയ്യുക. അത് വാഷ് ചെയ്തതിന് ശേഷം അത് ബി എന്ന ബ്ലൂ കളറുള്ള സ്റ്റെയിനിലേക്ക് മുക്കുക. അതും അതുപോലെ തന്നെ 5 to 6 സെക്കൻഡ് മുക്കിയതിന് ശേഷം അത് ടാപ്പ് വാട്ടർ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വെക്കുക. ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ഈ മൈക്രോസ്കോപ്പിൽ ഓയിൽ ഇമേഷൻ ലെൻസിനടിയിൽ പോകുമ്പോൾ ഇങ്ങനെ കാണാം. അതുകൊണ്ട് അങ്ങനെ അറ്റത്ത് 2 എഴുതിയിരിക്കുന്നുണ്ട് ഈസ്നോഫീല്, 1 എഴുതിയിരിക്കുന്നത് ന്യൂട്രോഫീല്, 5 എഴുതിയിരിക്കുന്നത് മോണോ, 3 എഴുതിയിരിക്കുന്നത് ഡിംപോസൈറ്റ്, 1 എഴുതി അവിടെ കണ്ടോ 1 എഴുതിയിരിക്കുന്നത് പോളിമോർഫൻ ന്യൂട്രോഫീൽ. അതുപോലെ തന്നെ കണ്ടോ 6 എഴുതിയിരിക്കുന്നത് അത് സാധാരണ പ്ലേറ്ററ്റാണ്. ഇനി അതുകൂടാതെ മെഗാ പ്ലേറ്റസ് ഉണ്ട്, അത് കുറച്ചും കൂടെ വലുതാണ്. അത് നമ്മൾ CBC മെഷീനെ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മെഷീനായ H370 പോലും അത് കിട്ടത്തില്ല. അതിന് വേറെ പാരാമീറ്റർ കൂടുതലുള്ള ആവശ്യമാണ്. ഇതുകൊണ്ട് ആദ്യം നമ്മൾ RBCയുടെ ഷേപ്പ് ഉണ്ടോ അത് ഇതുകൊണ്ട് ആ RBC നമ്മൾ വിട്ടുവിട്ട് നിൽക്കുന്നുണ്ടോ അത് ഹൈപ്പോ അനിമിക് മെഷീനാണ്. അതാണ് അതുകൊണ്ട് കളറും അതിൻ്റെ ഷേപ്പും ഒക്കെ നോക്കുകയാണ് നമ്മൾ ആ മൈക്രോസ്കോപ്പിക്ക് മാക്രോസ്കോപ്പിക്ക് എന്നൊക്കെ തീരുമാനിക്കുക. അത് നമുക്ക് പിന്നീട് ചെയ്യാവുന്ന ആദ്യം. ഇതാണ് ഇപ്പോൾ ഈസ്നോഫീലുണ്ടോ 2 എഴുതിക്കുന്നതോടെ കറക്റ്റായിട്ട് ബ്ലോക്സ് വേറെ കൊടുത്തേക്കുന്നുണ്ട്. ഇങ്ങനെയാണ് സെയിം മൈക്രോസ്കോപ്പ് നോക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ന്യൂട്രോഫീൽ എന്നല്ല 1 എഴുതിക്കുന്നതാണ് ന്യൂട്രോഫീൽ. അതിന് ഷേപ്പ് ഉണ്ടോ അതിൻ്റെ അടുത്ത് കിടക്കുന്ന RBC വട്ടത്തിലുള്ള ഷേപ്പ് കൊടുക്കുന്നു. പിന്നെ ബേസോഫീലുണ്ട്, ഇതാണ് ഉണ്ട്. പിന്നെ 8 എന്ന് പറഞ്ഞ് കിടക്കുന്നത് മലേറിയ പാരസൈറ്റ് സിൻഡ്രോമാണ്. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ പിന്നെ ചെയ്യുന്നതായിരിക്കും. മലേറിയ ഇപ്പോൾ 4 ടൈപ്പ് ഉണ്ട്. ഇന്ത്യയിൽ കാണുന്ന ക്ലാസിഫോഡിയം ഈ മലേറിയ പി വൈറക്സുമാണ്. ഇത് നിങ്ങൾക്ക് ഇത് നമ്മളിപ്പോൾ അറിയാവുന്നവരുകൊണ്ടുള്ളതല്ല, ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ്. ഒരുപാട് കുറച്ച് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ വിളിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.